ഹലോ ഗേയ്സ്, നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പോർക്കിനെ റോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഞാനിപ്പോൾ ഒരു മീൻകറിയുടെ റെസിപ്പി ഇട്ടിരുന്നു. അപ്പോൾ മീൻകറിയുടെ അവസ്ഥ ഇതാണ്. മീൻകറി അതിൻ്റെ അവസാനത്തെ ഘട്ടം ഇങ്ങനെയാണ്. ഇങ്ങനെ നല്ല കാണാൻ നല്ല ഭംഗിയോടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇത് ഞാൻ തുറന്ന് വെച്ചിരുന്നതാണ്. ഞാനിപ്പോൾ അത് അടച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പോർക്കിന് വേണ്ടിയിട്ടുള്ള എണ്ണ, ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. കാണുന്നുണ്ടല്ലോ നിങ്ങൾ, മതി, അത്രയും മതി. ഒരുപാട് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചു. എണ്ണയൊന്ന് ചൂടാവട്ടെ. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പം നമുക്ക് അതിനാവശ്യമുള്ള ചേരുവകളെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, പോർക്ക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും സാധനം ഇട്ട് ഉപ്പും ഇട്ട് നമ്മൾ കുക്കറിൽ ഒരു 4-5 വിസിലോടെ വെച്ചിട്ടുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ്. പിന്നെ ഒരു 4 സവാള, ഇടത്തര സവാള അരിഞ്ഞതാണ്. ഇത് ഒരു വലിയ തക്കാളി അരിഞ്ഞത്, കുറച്ചേറെ വെളുത്തുള്ളി ഉണ്ട്. പിന്നെ ഇത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയും സാധനമാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, അതിലേ വേണ്ടത്. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നമുക്കിവനെ ഇളക്കാനൊരു അങ്ങോട്ട് ഇട്ടാൽ വെളുത്തുള്ളി ഇങ്ങോട്ട് മൂക്കട്ടെ, ആളൊന്ന് മൂക്കട്ടെ, ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. പോർക്കൊക്കെ സത്യം പറഞ്ഞാൽ കഴിച്ചിട്ട് ഒരുപാട് കാലമായി കേട്ടോ. ഒരു 5 വർഷത്തിന് പുറത്തായിട്ടുണ്ട് പോർക്കൊക്കെ കഴിച്ചിട്ട്. ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പോർക്കാണ്. അപ്പം ഞാൻ സവാള ഒരു 4 ഇടത്തര സവാളയാണ്, അത് മുഴുവൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് വേറെ അതിലൊരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് തീയൊന്ന് കൂട്ടിക്കൊടുത്ത് അയാളിരുന്ന് വരട്ടെ. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് നമ്മൾ വളരെ കുറച്ച് ചേർത്താൽ മതി. എന്താ കാരണം എന്നറിയോ, നമ്മൾ ഉപ്പ് ചേർത്താണ് പോർക്ക് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം വേവിച്ച് വരുമ്പോൾ നമുക്ക് ഈ സംഭവം കൂടിപ്പോകണ്ട. ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പാടാണ്. പ്രത്യേകിച്ച് ഞാനാണെങ്കിൽ എല്ലാ സാധനത്തിനും ഉപ്പ് വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ആളാണ്. ഉപ്പായാലും പഞ്ചസാരയൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതവിടെ കിടന്നൊന്ന് വഴട്ടെ. നല്ലവണ്ണം ഒന്ന് എണ്ണയ്ക്കകത്തൊന്ന് വഴന്ന് കുറച്ച് ഇതാവാനുണ്ട്. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. തീ നല്ലവണ്ണം കൂട്ടി വെച്ചിരിക്കുക. കൂട്ടി വെച്ച് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാൻ മതി. കാരണം എണ്ണയുണ്ട് കുറച്ച് ആവശ്യത്തിന്. എന്തായാലും നമ്മൾ പോർക്കിനെ റോസ്റ്റ് ചെയ്യുമല്ലോ, അപ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ ചേർത്തിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. സവാളയുടെ അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കുറച്ചേറെ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അയാളിങ്ങനെ വഴന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ വഴന്ന് വരട്ടെ. നല്ല വഴന്ന് കുറച്ചൊരു ഗോൾഡൻ കളർ ആവണ്ട. അതിനൊക്കെ നമുക്ക് ബാക്കി ചേരുവൊക്കെ ചേർക്കാം. തക്കാളി ഇരിപ്പുണ്ട്. തക്കാളിയും നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്ത് ചേർക്കേണ്ടതാണ്. അപ്പം അതൊന്ന് പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് പാചകമൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊക്കെ ലാഗ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടോ ഒന്നും എനിക്കറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ യൂട്യൂബിൻ്റെ എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ മകളാണ്. മകൾക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. പുള്ളി എന്നെപ്പോലൊന്നും അല്ല കേട്ടോ. നല്ല വീഡിയോ ഒക്കെ, നല്ല സൂപ്പർ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. പാചകമൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം പുള്ളി കുറച്ച് മാറി നിൽക്കുകയാണ് യൂട്യൂബിൽ നിന്ന്. വേറൊന്നും കൊണ്ടല്ല, സമയമില്ല മകൾക്കിപ്പം. അവയിൽ UK എൻ്റെ മകളുള്ളത്. അവിടെ UK KFCയുടെ മാനേജറാണ്. അപ്പോൾ കുറച്ച് ജോലി ഭാരം കൂടുതലായപ്പോഴത്തേന് അയാൾ കുറച്ച് കാലത്തേക്ക് യൂട്യൂബ് വിട്ടു. സമയമില്ല, വീഡിയോ ചെയ്തില്ല, സമയമില്ല. അപ്പം ഞാൻ ഏറ്റെടുത്തു എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം മകളുടെ അത്രയും പെർഫെക്ഷനൊന്നുമുള്ള ആളൊന്നുമല്ല ഞാൻ. അപ്പം നമ്മളിത് ഒരു ഇടത്തരം തക്കാളിയാണ്, അതിനെയും കൂടി നമുക്ക് അതിനകത്ത് ചേർക്കാം. അപ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ട് ഇതിട്ട്. നല്ല മണം. ഇവിടെ ചിമ്മിനി ഓൺ ചെയ്തിട്ടേക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ സിംഗപ്പൂരാണെന്ന് നിങ്ങൾക്കറിയാലോ. ഇവിടെ നമ്മുടെ ഇന്ത്യൻ വിഭവങ്ങളുടെ മണം ചൈനക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ താമസിക്കുന്നവരാണ്, കുറച്ച് പോഷ് ഏരിയയാണ്. അപ്പോൾ ഇവിടെ ചൈനക്കാരാണ് കൂടുതൽ ഉള്ളത്. അപ്പോൾ അവർക്ക് നമ്മുടെ ഇന്ത്യൻ ഭക്ഷണത്തിൻ്റെ മണമൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണെങ്കിൽ നമ്മുടെ കേരളക്കാർക്ക് നമ്മുടേതായ തനതായ ഭക്ഷണ രീതികളുണ്ട്. അതിനെ നമുക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല. അപ്പം നമുക്കത് യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ
ചിമ്മിനി മസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കും. അല്ലെങ്കിൽ എവിടെ മണമൊക്കെ ഒന്ന് പുറത്തോട്ട് ചെന്നിട്ട് നമ്മുടെ രാജ്യത്തെ പോലെ അല്ല, മണമൊക്കെ കൂടുതൽ വന്നാൽ കംപ്ലൈൻറ്റ് അടിക്കാൻ പോലെ ഇവിടെ അതിൻ്റെ ഇതുണ്ട്, പ്രയോറിറ്റി ഉണ്ട് ആൾക്കാർക്ക് കേട്ടോ. അവർ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്ത മണമൊക്കെ വന്നാൽ അവർ കംപ്ലൈൻറ്റ് ഇവിടെ വന്ന് പറയും, വ്യക്തിഗത മണം വരുന്നു എന്നൊക്കെ തന്നെ അവർ പറഞ്ഞത്. പക്ഷേ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നുമില്ല. നമ്മുടെ ചിക്കൻ കറിയുടെ മണമൊക്കെ അടിക്കുമ്പോൾ അവർ പറയും വളരെ വെരി നൈസ് സ്മെല്ലാണെന്നാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പം നല്ല ഒരു മണം വരുന്നുണ്ട്. നല്ല വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതൊക്കെ കൂടി ഒന്ന് ഇതാവുന്നതിൻ്റെ ഒരു മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് അരപ്പെല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അല്ലേ. എന്തായാലും ഇയാൾ ഇച്ചിരി നേരം കിടന്ന് വെന്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അരപ്പ് മുഴുവൻ ഇട്ടു. ഞാൻ പറഞ്ഞാലും അതിൽ മുളകുപൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഉലുവാപ്പൊടി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് പച്ചമണം മാറുന്നവരെ ഇയാൾ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം, നല്ല നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം റോസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. മല്ലിയില ചേർക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്. മല്ലിയില ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് മല്ലിയിലയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതിൻ്റെ കറക്കി തൂക്കിയെടുക്കാം. സാധാരണ നമ്മൾ പോർക്കിന് മല്ലിയില ചേർക്കില്ല, കറിവേപ്പിലയാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അതിൻ്റെ ടേസ്റ്റ് കറിവേപ്പിലയാണ്. അപ്പം മല്ലിയില ചേർക്കണം. പിന്നെ കുരുമുളക് പൊടി ചേർക്കണം. അത് നിങ്ങൾക്ക് എരിയുടെ അനുസരിച്ച്. ഇതിപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മുളക് പൊടി എന്ന് പറഞ്ഞാൽ വളരെയധികം എരി കുറവുള്ളതാണ്. കാരണം ഇവിടെ ആരും, ഞങ്ങൾ ശരിക്കും പറയാലോ, വീട്ടിൽ ആരും തന്നെ മുളക് പൊടി ഒരുപാട് എരിവ് യൂസ് ചെയ്യുന്നവരല്ല. നിങ്ങൾ വിചാരിക്കും ഇത്രയും, പക്ഷേ ഈ മുളകിന് എരിയില്ലാത്തതാണ് കേട്ടോ. എരിയില്ലാത്തതായതുകൊണ്ടാണ് നമ്മൾ എത്ര ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പോർക്കിനെയും കൂടി അതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, പോർക്ക് മുഴുവൻ അതിൽ നമ്മൾ അങ്ങോട്ട് ഇട്ടു. ഇതിനെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം, അതാണ് വേണ്ടത്. പോർക്കിനെ മൊത്തത്തിൽ മിക്സ് ചെയ്യണം. തീ കുറച്ച് വെച്ചിരിക്കുക തന്നെ. പോർക്ക് എനിക്കൊന്ന് കുറച്ച് നല്ലവണ്ണം വെന്ത് പോയെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അയാളെ ഇളക്കിയപ്പോഴേ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊടിയുന്ന മാതിരിയൊക്കെ തോന്നുന്നു എനിക്ക്. കുറേ ആയി ഈ പോർക്കൊക്കെ വേവിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടൈമൊക്കെ ഒന്ന് അറിയാൻ വയ്യ. ഒരു 5 വർഷത്തിൽ പുറത്തായിട്ടുണ്ട് പോർക്കൊക്കെ വേവിച്ചിട്ടും കറി വെച്ചും ഒക്കെ കൂട്ടിയിട്ടും ഒക്കെ. അപ്പം നമുക്ക് ഇച്ചിരി തീ കുറച്ച് വെച്ച് കൊടുത്ത് നോക്കാം. കണ്ടില്ലേ, എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് ഫുള്ള് നമ്മൾ അതിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സായില്ലേ, മിക്സ് ചെയ്തിട്ട് ഇപ്പം കണ്ടാൽ നിങ്ങൾക്കിത് പോർക്കാണെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ സംശയം ഇത് പോർക്ക് തന്നെയാണെന്ന്. പോർക്കെന്ന് അവിടെ ബോർഡ് എഴുതി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പോയി പോർക്കെന്ന് പറഞ്ഞത് വാങ്ങിച്ചത്. അപ്പം കണ്ടില്ലേ. അപ്പം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടെന്നാൽ തോന്നെ. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ടിരുന്നു. അതിൻ്റെ കൂടെ ഉപ്പിനെ നമ്മൾ വേവിച്ചിരുന്നപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ച് ഈ പുള്ളി അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇത് വെന്ത് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. 10 മിനിറ്റ് അടച്ച് വെച്ചാൽ ഭംഗിയായിട്ട് വേവിക്കുക. അത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ എരിക്കനുസൃതമായിട്ട് കുരുമുളക് ചേർക്കാം. മല്ലിയില ഇടാൻ ഇഷ്ടമുള്ളവർ അത് ചെയ്യുക. അപ്പോൾ ഓക്കെ.